പ്രതിനിധികളും പറയുന്നുണ്ട്. സജിത്ത് വീണ്ടും ചേരുമ്പോൾ, സജിത്ത്, ഇനിയിപ്പോൾ അത്തരം ചില നടപടിക്രമങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് എപ്പോഴേക്ക് പൂർത്തിയാകുമെന്നത് ഈ മൃതദേഹ ഭാഗം ലഭിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അത് വേഗത്തിലാക്കും. അങ്ങനെ ശരീരഭാഗം നാട്ടിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക് ഒക്കെ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ തന്നെയായിരിക്കുമല്ലോ ഇനി ഊർജിതമായി മുന്നോട്ട് പോവുക. 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ ക്യാബിനകത്ത് ആണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. മൃതദേഹം പിന്നീട് പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നൽകുന്ന പ്രതികരണങ്ങൾ. അത് വേഗത്തിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതേസമയം അർജുൻ്റെ വസതിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. പ്രദേശവാസികൾ, അയൽവാസികൾ, ബന്ധുക്കളൊക്കെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അർജുൻ്റേത് എന്ന മൃതദേഹം ഉറപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി മറ്റ് ചടങ്ങുകൾ എപ്രകാരം നടത്തണം എന്നത് സംബന്ധിച്ചത് ആണ് വ്യക്തത കൈവരേണ്ടത്. ഇതിനിടയിൽ അർജുൻ്റെ അച്ഛന് വീണ് ചെറിയ അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. എല്ലാവരും അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാത്തിരിപ്പിൽ ആയിരുന്നു. പ്രത്യേകിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ടവൻ കൂടിയായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ അർജുന് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും കാത്തിരുന്നു. ആ കുടുംബത്തിൻ്റെ സങ്കട കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. അർജുൻ്റേത് എന്ന് ഉറപ്പിക്കുന്ന മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, മൃതദേഹം കണ്ടെത്തുമ്പോൾ പോലും ഇനിയിപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയുള്ള സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു ദൗത്യത്തിന് തന്നെ വലിയ ഇടപെടൽ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു, കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. കർണാടക സർക്കാർ വലിയ സാമ്പത്തിക ചെലവ് വരുന്നത് എങ്കിൽ പോലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും, അതിനുവേണ്ടി എല്ലാ പിന്തുണയും നൽകും എന്നറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗം കണ്ടെത്തിയത്. ഇനിയിപ്പോൾ അത് സ്ഥിരീകരിക്കുക എന്നതാണല്ലോ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കേണ്ട ദൗത്യം. അതെ അഭിലാഷ്, ഈ മൃതദേഹം അതിൻ്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കുകയാണ് അടുത്ത കടമ്പ. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടി മാത്രമാവും, അല്ലെങ്കിൽ DNA പരിശോധന കൂടി പൂർത്തിയാവേണ്ടി വരും. അതൊരു പക്ഷേ സാങ്കേതികമായി വിദഗ്ധർ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കുടുംബം കാത്തിരിക്കുകയാണ്. കോഴിക്കോടേക്കുള്ള അർജുൻ്റെ മടക്ക യാത്ര, അത് വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. വേഗത്തിൽ ഈ പരിശോധനകളും മറ്റും പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ നടക്കും. അതാണ് അവിടെ നിന്ന് ജനപ്രതിനിധികളടക്കം വ്യക്തമാക്കിയ കാര്യവും. എന്തായാലും കാത്തിരിപ്പിനൊടുവിലാണ് ഈ അർജുൻ്റെ മൃതദേഹം നമുക്ക് കണ്ടെത്തുന്നത്. ഇത്ര ദിവസം കാത്തിരിക്കേണ്ടി വന്നു. ക്ഷമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനമുണ്ട്. കുറുകയായി പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം ഇത്തരമൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. ഈ രണ്ടാമത് വീണ്ടും ഷിരൂരിൽ ഈ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ നമുക്ക് മുന്നിൽ അനുകൂല സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കാലാവസ്ഥയാണ്. കാരണം ഗംഗാവലിയുടെ ജലനിരപ്പ് കുറഞ്ഞു, ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞു, കാലാവസ്ഥ അനുകൂലമാണ്, ജലം കൂടുതൽ തെളിഞ്ഞു. ഇത്തരം അനുകൂല സാഹചര്യങ്ങളുള്ളപ്പോൾ അവിടെ ഡ്രഡ്ജറും കൂടി അവിടെ എത്തിക്കുക എന്നത് ഒരു വലിയ തീരുമാനമായിരുന്നു. കാരണം ഇത്തരമൊരു ഇങ്ങനെയൊരു ദൗത്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് അത്തരമൊരു ദൗത്യം നടത്തുക എന്നതൊരു മികച്ച തീരുമാനം. അത് ഉദ്യോഗസ്ഥ ഭരണതലങ്ങളിൽ നിന്നുണ്ടായ തീരുമാനമാണ്. അതിന് ഇച്ഛാശക്തി കാട്ടിയ രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്, സർക്കാരുകളുണ്ട്. എന്തായാലും അവർക്കൊക്കെ നമുക്ക് നന്ദി പറഞ്ഞേണ്ടി വരും. കാരണം ആ ദൗത്യം ആരംഭിച്ചു. അത് ഒടുവിൽ ഷിരൂരിൽ 5-ാം ദിവസം രണ്ടാമത് വീണ്ടും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ദൗത്യം മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ നടത്താൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ മണ്ണിൽ പൂണ്ടുപോയ പല ലോഹഭാഗങ്ങളും വാഹനങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ കൂടിയും അത് അർജുൻ്റെ ലോറിയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ ചില സൂചനകൾ കിട്ടി. കാരണം ഈ വണ്ടിയുടെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കണ്ടെത്തിയതാണ് ഒരു പ്രതീക്ഷ നൽകിയ ഒരു അവസ്ഥയുണ്ടായത്. പക്ഷേ മറ്റിടങ്ങളിലൊന്നും മറ്റ് സാധ്യതകളൊന്നും നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ പൊടുന്നനെയാണ് പുഴയുടെ അടിത്തട്ടിൽ ഭാരമേറിയ ഒരു വസ്തു പൂണ്ട് കിടക്കുന്നു എന്നൊരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. പക്ഷേ അത് ലോറിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മുങ്ങൽ വിദഗ്ധർ താഴെ ചെന്ന് ഡ്രഡ്ജറിൽ അത് ഹുക്ക് ചെയ്ത്
ഇത് വലിച്ചുയർത്തുകയാണ് പിന്നെ കണ്ടത്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതുപോലെ ജലനിരപ്പിന് മുകളിലേക്ക് അർജുൻ്റെ ഭാരത് ബെൻസിൻ്റെ ആ ലോറി ഉയർന്നു വരുന്നത്. കാരണം ആ ലോറിയും ആ പേരുമൊക്കെ പരാമർശിക്കേണ്ടി വരുന്നത് കാരണം നമ്മൾ മുമ്പ് പലവട്ടം അത് പറഞ്ഞു പോയതാണ്. കാരണം ഈ ലോറിയുടെ പ്രത്യേകത, ലോറിയുടെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ സാധ്യത, അതിൻ്റെ നിറം, ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ കണ്ട അപകടത്തിന് മുമ്പുള്ള ആ ലോറിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ആ ലോറി ജലനിരപ്പിന് മുകളിലേക്ക് പൊക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത്. പിന്നീട് കണ്ടതാണ് നമ്മൾ ഞെട്ടിച്ച ഏറ്റവും വലിയ കാഴ്ച. കാരണം ക്യാബിനുള്ളിൽ മൃതദേഹം അതും കണ്ടു. അങ്ങനെ ആ അന്വേഷണങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു വ്യക്തത വരുന്നു എന്നതാണ് പിന്നീടുണ്ടായ ചിത്രം. അതിനൊടുവിലാണിപ്പോൾ തിരച്ചിൽ അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കിടക്കുന്നത്. കാരണം ഇനിയും 2 മൃതദേഹം കൂടി കിട്ടാനുണ്ട്, അതിൽ വ്യക്തത വരുത്താനുണ്ട്. പക്ഷേ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നു. അങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ എന്തായാലും ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. വേഗത്തിൽ അത് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതാണ് ഇനി അവശേഷിക്കുന്ന നടപടിക്രമം. തീർച്ചയായും ശാസ്ത്രീയ പരിശോധനയിലൂടെ അർജുൻ്റേത് എന്ന മൃതദേഹം സ്ഥിരീകരിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴും അർജുൻ്റേത് എന്ന് ഉറപ്പിക്കുക തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് അർജുൻ ഓടിച്ചിരുന്ന വാഹനം ആ ഭാരത് ബെൻസ് ലോറിയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ലോറി ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരമേറിയ ലോഹഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ നേവിയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഈ ഹുക്കുകൾ ഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് ഡ്രഡ്ജറിന്റെ സഹായത്തോടെ ഈ വാഹനത്തെ മുകളിലേക്ക് ഉയർത്തിയത്. ക്യാബിൻ ആണ് മുകളിലേക്ക് ആദ്യം എത്തിയത്. ആ ക്യാബിനകത്ത് തന്നെ ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ അത് അർജുൻ്റേത് എന്ന് അർജുൻ്റെ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ ലോറി ഉടമ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 71 ദിവസത്തിന് ശേഷം ആണ് ഇങ്ങനെയൊരു മൃതദേഹം ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻഡോ ജോസഫ് MLA ടെലിഫോൺ ലൈനിൽ ഉണ്ട്.